നമസ്കാരം. ലോകത്തെ ഒന്നാകെ ഇളക്കി മറിച്ചു കഴിഞ്ഞു പുടിൻ. അഭൂതപൂർവമായ 5ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയാണ് പുടിന്റെ റെഡ് സ്ക്വയറിലെ വിജയദിന പ്രസംഗം. റെഡ് സ്ക്വയറിലെ ധിക്കാരപരമായ പ്രസംഗത്തിൽ പുടിൻ ആണവായുധ സേനകൾ എപ്പോഴും ജാഗ്രതയിലായിരിക്കുമെന്ന് തറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. പാശ്ചാത്യ ഭീഷണികളെ പ്രതിരോധിക്കാനുള്ള റഷ്യയുടെ ആണവ സന്നദ്ധതയും നിശ്ചയദാർഢ്യവും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഉക്രൈനിലെ റഷ്യൻ സേനയെ അദ്ദേഹം പ്രശംസിക്കുകയും പാശ്ചാത്യ വരേണ്യവർഗം ആഗോള സംഘടനകൾക്ക് പ്രേരിപ്പിക്കുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉക്രൈനിൽ റഷ്യ മുന്നേറുകയും അഭൂതപൂർവമായ 5ാം ടേം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ പുടിന്റെ പ്രസംഗം ഒരു പോരാട്ട നിലപാടിനെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉത്തരവനുസരിച്ച് റഷ്യ തങ്ങളുടെ തന്ത്രപരമായ ആണവ സേനയുടെ അഭ്യാസം നടത്തുമെന്ന് പ്രതിരോധ മന്ത്രാലയം ഈയടുത്ത് അറിയിച്ചിരുന്നു. തന്റെ ആണവ സേന എപ്പോഴും ജാഗ്രതയിലാണ് എന്നും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ഭീഷണിയും റഷ്യ വെച്ചുപൊറുപ്പിക്കില്ല എന്നും പുടിൻ തറപ്പിച്ചു പറയുന്നുണ്ട്. ഒരു ആഗോള സംഘർഷം തടയാൻ റഷ്യ വേണ്ടതെല്ലാം തന്നെ ചെയ്യും. പക്ഷേ തങ്ങളെ ഭീഷണിപ്പെടുത്താൻ, തങ്ങളെ തകർത്ത് കളയാൻ ആരെയും അനുവദിക്കില്ല. തങ്ങളുടെ തന്ത്രപരമായ ശക്തികൾ എപ്പോഴും ജാഗ്രതയിലാണെന്നാണ് പുടിൻ പറഞ്ഞത്. റഷ്യ ഇപ്പോൾ ദുഷ്കരവും നിർണായകവുമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. മാതൃരാജ്യത്തിന്റെ വിധി, അതിന്റെ ഭാവി നമ്മളെ ഓരോരുത്തരെയും ആശ്രയിച്ചിരിക്കുന്നുവെന്നാണ് പുടിൻ ജനങ്ങളോടായി പറഞ്ഞത്. 2ാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ നാസി ജർമ്മനിയെ പരാജയപ്പെടുത്തിയതിനെ അടയാളപ്പെടുത്തുന്ന മെയ് 9 പരേഡ് റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിൽ ഒന്നാണ്. റഷ്യൻ പ്രസിഡന്റ് ഉക്രൈനെതിരായ നിലവിലെ പോരാട്ടത്തെ നാസിസത്തിനെതിരായ അസ്തിത്വപരമായ പോരാട്ടമായിട്ടാണ് ആവർത്തിച്ചു പറയുന്നത്. അതേപോലെ തന്നെ ഉക്രൈന് സമീപം നാവികസേനയും സൈനികരും ഉൾപ്പെടുന്ന ആണവായുധ പരിശീലനങ്ങൾ നടത്താൻ റഷ്യൻ സൈന്യത്തോട് അദ്ദേഹം ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം റഷ്യ സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയുടെ അംഗീകാരം ഉപേക്ഷിക്കുകയും അമേരിക്കയുമായുള്ള പ്രധാന ആയുധ കുറയ്ക്കൽ കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. റഷ്യയിലെ റെഡ് സ്ക്വയറിൽ വിക്ടറി ഡേ പരേഡ് നടത്തപ്പെടുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. നൂതന മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള റഷ്യൻ സൈനിക ഉപകരണങ്ങളുടെ നിരകളും ആയിരക്കണക്കിന് സൈനിക ഉദ്യോഗസ്ഥരും അതിൽ ഉൾപ്പെടും. 2022 തുടക്കത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള തർക്കത്തിനിടയിൽ ഉക്രൈനിലേക്ക് സൈന്യത്തെ അയക്കുന്നതിന് മുമ്പ് തന്നെ സൗഹൃദം എന്ന് കരുതുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ റഷ്യ പലപ്പോഴും പരിപാടികളിലേക്ക് ക്ഷണിക്കാറുണ്ട്. ബെലാറസ്, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ കൂടാതെ ക്യൂബ, ലാവോസ്, ഗിനിയ, ബിസാവു എന്നിവയുടെ നേതാക്കളും അണിനിരക്കുന്നുണ്ട്. റഷ്യ ഒരു ഏകീകൃതവും മഹത്തായ രാഷ്ട്രവുമാണ്. തങ്ങൾ ഒരുമിച്ച് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യും. തങ്ങൾ ആസൂത്രണം ചെയ്തതെല്ലാം തിരിച്ചറിയുകയും ഒരുമിച്ച് വിജയിക്കുകയും ചെയ്യുമെന്നാണ് പുടിൻ പറഞ്ഞു വെക്കുന്നത്. മാർച്ച് 15 മുതൽ 17 വരെ നടന്ന തിരഞ്ഞെടുപ്പിലൂടെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് പുടിൻ വീണ്ടും അധികാരത്തിലെത്തിയത് എന്നത് ഈ അവസരത്തിൽ എടുത്തു പറയണം. 87% വോട്ടാണ് പുടിന് ലഭിച്ചത്. ഉക്രൈനിൽ റഷ്യൻ നിയന്ത്രണത്തിലുള്ള സെപ്പോറീഷ്യ, ഖേഴ്സൺ, അതേപോലെ ഡോണക്സ് മേഖലകളിലും ക്രൈമിയയിലുമൊക്കെ വോട്ടെടുപ്പ് നടന്നിരുന്നു. അപ്പോൾ ഇനിയൊരു 6 വർഷം, വരുന്ന 6 വർഷം പുടിൻ ഭരണം പൂർത്തിയാക്കിയാൽ സ്റ്റാലിന്റെ റെക്കോർഡും അദ്ദേഹം മറികടക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് 30 വർഷം തികയ്ക്കും. ഇനി 6ാം ടേം കൂടി ലഭിച്ചാൽ 1762 മുതൽ 34 വർഷം ഭരിച്ച കാതറിൻ രണ്ടാമൻ ചക്രവർത്തിയുടെ റെക്കോർഡ് വരെയും പുടിൻ മറികടക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അത്യന്തം കരുത്തോടെ, വലിയ ഊർജത്തോടെയാണ് പുടിൻ രംഗത്ത് വന്നിട്ടുള്ളത്. ഉക്രൈനിൽ ഇപ്പോഴും ആക്രമണങ്ങൾ തകൃതിയായി നടത്തുകയാണ്. ഈ അടുത്ത് തന്നെ ഉക്രൈനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം റഷ്യ അഴിച്ചുവിട്ടിരുന്നു. കീവ് അടക്കമുള്ള പ്രധാന നഗരങ്ങളിലെ പവർ സ്റ്റേഷനുകളും അതേപോലെ ഊർജ്ജ സംവിധാനങ്ങൾക്കും നേരെ 70-ലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് വിക്ഷേപിച്ചത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരന്റെ ജീവിതത്തെ വഴിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് റഷ്യ ഇപ്പോൾ ഉക്രൈനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ സ്റ്റേഡിയത്തിന് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ 4 കുട്ടികളടക്കം 7 പേർക്ക് പരിക്കേറ്റു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഉക്രൈൻ സൈന്യവുമായിട്ട് പോരാട്ടം തുടരുന്ന സാഹചര്യത്തിൽ എങ്ങനെയും വിജയം നേടുക എന്ന ലക്ഷ്യം മാത്രമാണ് പുടിനുള്ളത്. ധാരാളം ഗ്രാമങ്ങളുടെ നിയന്ത്രണവും റഷ്യ പിടിച്ചെടുത്തിരുന്നു. റഷ്യയിലെ അതിർത്തി പ്രദേശമായ ബെൽഗറോഡിൻ ഉക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 8 പേർക്ക് പരിക്കേറ്റുവെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. റഷ്യ ശക്തമായ പോരാട്ടം തന്നെയാണ് നടത്തുന്നത്. എന്തു വില കൊടുത്തും വിജയം നേടിയെടുക്കുക, ഉക്രൈനെ കൈവശപ്പെടുത്തുക എന്നത് മാത്രമാണ് പുടിന്റെ മുന്നിലുള്ള ഏക ലക്ഷ്യം.